തിരുവനന്തപുരത്ത് ഭിന്നശേഷി കുടുംബത്തിനെതിരായ കള്ളക്കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പാലോട് റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ SR ഷാനവാസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത തൊണ്ടി മുതൽ പ്രതികൾക്ക് കൈമാറിയതിനാണ് നടപടി. തിരുവനന്തപുരം DFOയുടേതാണ് നടപടി. 24 ഇമ്പാക്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതി അവിടെയുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഈ ഇരയാക്കപ്പെട്ട കുടുംബം ഉയർത്തിയതും നമ്മൾ കേട്ടതാണ്. അതിനിടയിലുള്ള ഈ നടപടി, അതിനെ എങ്ങനെ കാണണം പ്രതീഷ്? രജിത്ത, പാലോട് വനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളാനെത്തിയെന്ന് പറഞ്ഞായിരുന്നു ഭിന്നശേഷി കുടുംബത്തിനെതിരെ കേസെടുത്തത്. ഈ കേസിന്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് പ്രധാനമായും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഈ പന്നി ഫാമിലെ 2 ജീവനക്കാരെയും 2 ഉടമകളെയും പ്രതി ചേർത്തായിരുന്നു നേരത്തെ ഫോറസ്റ്റ് കേസെടുത്തിരുന്നത്. പക്ഷേ ഈ കേസെടുത്ത അതേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ കസ്റ്റഡിയിലെടുത്ത വാഹനം ഈ പന്നി ഉടമകളുടെ ഫാമിൽ എത്തിക്കുകയും അവിടെ വച്ച ഈ പിടികൂടിയ മാലിന്യം അവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതാണ് വലിയ കൃത്യവിലോപമായി നിലവിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. ഇതിന്റെ കൂടി ഭാഗമായാണ് ഇതിൽ ഒരു വനം ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. പാലോട് റേഞ്ചിലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ SR ഷാനവാസിനാണ് നിലവിൽ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം DFOയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിലെ ഭക്ഷണ മാലിന്യം പന്നി ഫാമിൽ എത്തിച്ചത് ഇപ്പോൾ സസ്പെൻഷനിലായ ഈ ഉദ്യോഗസ്ഥനാണ്. ഇതിന്റെ പേരിലാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്നതാണ് DFO ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. കാരണം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള വാഹനമാണ്. ഈ വാഹനം താഴെത്തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പന്നി ഫാമിൽ എത്തിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഈ റേഞ്ച് ഓഫീസറുടെ അധീനതയിലുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്നുള്ളൊരു ആക്ഷേപവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ഈ കേസിൽ വിശദമായ കസ്റ്റഡിയിലെടുത്ത തൊണ്ടി മുതൽ പ്രതികൾക്ക് കൈമാറിയതിനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നിരിക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.